ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് SITയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഒരു സുപ്രധാനമായ ഒരു വഴിത്തിരിവ് തന്നെ ഈ കേസിൽ ശബരിമല സ്വർണ്ണക്കൊലയുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ഒരു നീക്കം SITയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. എല്ലാ കണ്ണുകളും ഒത്തുനോക്കിയിരുന്നത് കടകംപള്ളി സുരേന്ദ്രൻ 2019 ഏറ്റവും നിർണായകമായ നീക്കം, അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊലയുമായി ബന്ധപ്പെട്ട അതിപ്രധാനമായ നീക്കം നടക്കുന്ന സമയത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ പങ്ക് അത് അങ്ങനെ അങ്ങ് കണ്ണടക്കാനാവുകയില്ല. അത് പുറത്തു കൊണ്ടുവരണം. അദ്ദേഹത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ, ആരാണ് ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ഉന്നതൻ എന്നൊക്കെ നിരന്തരം ഇപ്പോഴും പ്രതിപക്ഷ VD സതീശൻ അടക്കമുള്ളവർ സഭയ്ക്കകത്തും പുറത്തുമൊക്കെ ആരോപണം ഉന്നയിക്കുകയും വിമർശനവും കടുത്ത ഭാഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ മാനനഷ്ട കേസ് വരെ ഫയൽ ചെയ്തിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. ഇപ്പോഴത്തെ MLA മുൻ മന്ത്രിയുമാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇതിൽ വ്യക്തമായൊരു പങ്കുണ്ട് എന്ന പ്രതിപക്ഷം നിരന്തരം ആരോപണം ഉന്നയിക്കുന്നു. ഒറ്റ കാര്യം, കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്തു എന്നാണോ അറിയാനാവുന്നത്? SIT ശനിയാഴ്ചയാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ആ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശനിയാഴ്ച SIT അദ്ദേഹത്തെ ഇതുമായി ബന്ധപ്പെടുത്തി ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് SIT എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രന്റെ അടുത്തിട്ടില്ല എന്നായിരുന്നു ഇത്രയും നാളും പ്രതിപക്ഷം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേസിൽ ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ചത് വലിയൊരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഉന്നതരുടെയൊക്കെ പിന്തുണ ഇല്ലാതെ അല്ലെങ്കിൽ ഉന്നതരുടെ ഒത്താശില്ലാതെ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ആ ഭരണസമിതിക്ക് പോലും ഒറ്റയ്ക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് ഭരണസമിതിക്ക് അപ്പുറത്തേക്ക് ഭരണപരമായ ഇടപെടലുകൾ, വകുപ്പിൽ നിന്നുള്ള ഇടപെടലുകൾ, സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ, അവരുടെ ഉന്നതരുടെ ഒരു ഒത്താശ ഇതിലുണ്ടെങ്കിൽ ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്? അങ്ങനെയാണ് എല്ലാ കണ്ണുകളും എന്തുകൊണ്ട് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നില്ല എന്ന് ഹൈക്കോടതി പോലും ചോദ്യം ഉന്നയിച്ചതാണ്. ഹൈക്കോടതി കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കുമ്പോൾ കടകംപള്ളി സുരേന്ദ്രന്റെ പേര് എടുത്തു പറഞ്ഞു തന്നെ ചോദിച്ചാൽ എന്തുകൊണ്ട് കടകംപള്ളി അന്നത്തെ ദേവസ്വം മന്ത്രിയെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല എന്ന്. അതുകൊണ്ട് തന്നെയും ആ ശരിയായ ദിശയിലേക്ക് ഇപ്പോൾ SIT അന്വേഷണം നീങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇതിനെ കൂടുതൽ വ്യക്തത വരുത്താനും കൃത്യമായ ഒരു അന്വേഷണ ദിശയിലേക്ക് നീങ്ങുന്നതിനും വേണ്ടി തെളിവ് ശേഖരിക്കുക, മൊഴിയെടുക്കുക, ഇതിന്റെയൊക്കെ ഭാഗമായാണ് SIT അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ കൂടി ചോദ്യം ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തെ കൂടി അന്വേഷണത്തിന്റെ ഭാഗമാക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം തന്നെയാണ്. ഇനി അങ്ങോട്ട് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു, അതിനുശേഷം കടകംപള്ളി സുരേന്ദ്രനിൽ നിന്ന് എന്തൊക്കെയാണ് മൊഴിയായി രേഖപ്പെടുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് കടകംപള്ളി സുരേന്ദ്രൻ നൽകുന്ന ഒരു മറുപടി വിശദീകരണം, ഇതൊക്കെ തന്നെ ഇനി മുന്നോട്ടുള്ള അന്വേഷണത്തിൽ അതീവ നിർണായകവും അതീവ പ്രധാനവുമാണ്. കാരണം ഇപ്പോൾ വിജയകുമാർ ഇപ്പോൾ റിമാൻഡിലായിരുന്ന വിജയകുമാറിനെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം എല്ലാം സഖാവ് പറഞ്ഞതനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു. അത് പത്മകുമാറിനെ തന്നെയാകും ഉദ്ദേശിക്കുക. കാരണം പത്മകുമാറാണ് ദേവസ്വം പ്രസിഡന്റായിരുന്നു. അപ്പൊ ഭരണസമിതിയിലെ അംഗങ്ങൾക്കൊന്നും അറിയില്ല, എല്ലാം ദേവസ്വം പ്രസിഡന്റായിരുന്ന പത്മകുമാറാണ് ചെയ്തത് എന്ന് അന്ന് ഭരണസമിതിയിലെ അംഗങ്ങൾ മൊഴി നൽകുന്നു. വിജയകുമാറിന്റെ പങ്ക് എടുത്തു പറയേണ്ടതാണ്. കാരണം അദ്ദേഹം പറയുന്നിടത്തൊക്കെ ഈ വിജയകുമാർ ഒപ്പിട്ടു. ഭരണസമിതിക്ക് അന്ന് ആ 3 പേർക്കും കൃത്യമായതിൽ പങ്കുണ്ടായി എന്ന് തന്നെയാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം അതിനപ്പുറത്തേക്ക് അന്നത്തെ ദേവസ്വം മന്ത്രിക്കോ വകുപ്പിന്റെയോ ഒക്കെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നതിലാണ് സംശയമുള്ളത്. ആ സംശയത്തിന്റെ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് SIT കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഏറ്റവും വലിയൊരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് ഇതിന്റെ പിന്നിൽ ഇനിയിപ്പോ ഉണ്ടാവുക എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം രാഷ്ട്രീയമായി ഒത്തിരി തുടർ ചലനങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു നീക്കമാണ് SITയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. കാരണം കടകംപള്ളി സുരേന്ദ്രൻ ഇതിലേക്ക് അന്വേഷണം നീങ്ങി അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ ഇപ്പോഴും പ്രതിപക്ഷം നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ദേവസ്വം മന്ത്രിമാർക്ക് ഓരോ തവണയും പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടാവും, 1-2 പിണറായി സർക്കാരുകളുടെ കാലത്തുണ്ടായിരുന്ന ദേവസ്വം മന്ത്രിമാർക്ക് ഇതിൽ വ്യക്തമായി പങ്കുണ്ട്. അവരുടെ പങ്ക് അങ്ങനെ എന്തുകൊണ്ട് അവരെ അന്വേഷണത്തിന്റെ ഭാഗമാക്കുന്നില്ല, അവരെ ചോദ്യം ചെയ്തില്ല. അതിൽ ഏറ്റവും പ്രധാനം കടകംപള്ളി സുരേന്ദ്രൻ തന്നെയായിരുന്നു. എല്ലാ കണ്ണുകളും ആ കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ്. ഒരു ഘട്ടത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോഴും നമുക്കറിയാം, അദ്ദേഹം ഇപ്പോഴും നിയമ പോരാട്ടം ഒരു ഭാഗത്തോട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനെതിരെ തന്നെ ഒരു കാരണവുമില്ലാതെ അനാവശ്യമായി തന്റെ പേര് ഇതിൽ വലിച്ചു വയ്ക്കുന്നു. ഏതെങ്കിലും തെളിവുകൾ പ്രതിപക്ഷ നേതാവ് പുറത്തു കൊണ്ടുവരട്ടെ, ആ നിമിഷം തന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞ് വെല്ലുവിളിച്ച കടകംപള്ളി സുരേന്ദ്രനെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത്. മായ അൺഫിൽട്ടേഡ് വിവരങ്ങൾ നൽകിക്കൊടുക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായകമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തിയിരിക്കുകയാണ് SIT. ശനിയാഴ്ച കടകംപള്ളി സുരേന്ദ്രനെ SIT സംഘം ചോദ്യം ചെയ്തു എന്നാണ് ആൽഫ്രഡ് ഡിസൂസ റിപ്പോർട്ട് ചെയ്യുന്നത്.